ലോകത്ത് ഒഴുകുന്ന വളരെ ശുദ്ധമായ വെള്ളം എവിടെയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്യൂരിഫയർ വാട്ടർ നിങ്ങൾക്ക് ഒറ്റ ഉത്തരമേയുള്ളൂ. മലപ്പുറം ജില്ലയിൽ നമ്മുടെ പൂക്കോട്ടുപാടം ചുള്ളിയോട് കവളമുക്കട്ട TK കോളനിയുടെ പാൽ സൊസൈറ്റിയുടെ അടുത്തുള്ള ഒരു അണക്കെട്ടാണ്. ഈ അണക്കെട്ട് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു അണക്കെട്ടാണ് ഇത്. ഈ ശുദ്ധമായ പുഴ ഒഴുകുന്ന സ്ഥലത്ത് അണക്കെട്ടിയിട്ട് അതിന് വേറൊരു ഭാഗത്തിലേക്ക് കൃഷിക്ക് വേണ്ടി ഒഴുക്കിവിട്ട ഒരു സൈഡിൽ കൂടെ ഒരു കനാലുണ്ട്. ഈ കനാൽ വളരെ ശക്തമായി ഒഴുകുന്ന കനാലാണ്. കാരണം മുകളിൽ നിന്നും ശക്തമായി ഒഴുകി വരുന്ന വെള്ളം ഒരു സൈഡിൽ കൂടെ കനാലിലൂടെ തുറന്നു വിടുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും വരുന്ന കുത്തൊലിച്ച് വരുന്ന വെള്ളം ആ കനാലിലൂടെ കൃഷിയിലേക്ക് പോകുന്നു. വളരെ തണുത്ത വെള്ളമാണ് ഇതിലുള്ളത്. നല്ല ശുദ്ധമായ വെള്ളവും നല്ല തണുപ്പും, വളരെ തണുപ്പ്. ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ക്ഷീണങ്ങളും മാറുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതാണ് ആ ലൊക്കേഷൻ. ഇതിലേക്ക് വരാൻ നിങ്ങൾക്ക് വളരെ എളുപ്പം. പൂക്കോട്ടുപാടം ചുള്ളിയോട്, നിലമ്പൂരിലുള്ള പൂക്കോട്ടുപാടം ചുള്ളിയോട് കവളമുക്കട്ട പാൽ സൊസൈറ്റിയുടെ അടുത്താണ്. ആര് വന്നാലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചെറിയൊരു നാണയം ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ടെങ്കിൽ അതുവരെ ക്ലിയറായി കാണും. അത്രക്കും വളരെ ശുദ്ധമായ, വളരെ തണുത്ത മനോഹരമായ ജലമാണ് ഈ ഒരു ജലം. ഇത് ഇങ്ങനെ ശുദ്ധമാവാൻ കാരണം മുകളിൽ കോറിയോ മറ്റോ ഒന്നും തന്നെ ഇല്ല. വളരെ വലിയ വനത്തിൽ നിന്നും കുത്തിയൊലിച്ചു വരുന്ന വളരെ നല്ല ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ഷീണവും വിടുന്നതാണ്. എന്ത് വലിയ ക്ഷീണമുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് ഇതിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ഷീണമെല്ലാം മാറുന്നതാണ്. അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ പുഴ. വളരെ ശുദ്ധമായ പുഴയാണ്. കളകള ഒഴുകുന്ന കാട്ടരുവികൾ സംഗമിക്കുന്ന ഈ ഒരു ഡാമിൽ വെള്ളം കെട്ടി നിർത്തി ഒരു ഭാഗത്തിലൂടെ തുറന്നു വിടുന്ന രംഗമാണ്. പല നാട്ടിൽ നിന്നും ഇത് കാണാൻ വേണ്ടി ധാരാളം ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാല സമയത്താണ് ഇത് വരുന്നത്. ആ സമയത്ത് വളരെ കുത്തി ഒഴുകുന്ന വെള്ളമാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായ ഉരുളൻ കല്ലുകളാണ് ഇവിടെയുള്ളത്. ഇത് മുകളിൽ നിന്ന് കുത്തി വന്ന് ഒലിച്ചു വന്ന് അത് പല കല്ലിന്മേൽ തട്ടി അത് കല്ല് വളരെ മിനുസമായി ഉരുളൻ കല്ലുകളായി മാറിയതാണ്. ഇതാണ് ഇതിൻ്റെ ഡാം. അതിൻ്റെ ഒരു ഭാഗത്തുകൂടെ ശക്തമായി വെള്ളം ഒഴുകുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ജലാശയത്തിൽ കുളിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രക്കും നല്ല പ്യൂരിഫയർ വാട്ടറാണ് ഇത്. പല ആളുകളും ഈ കനാലിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലൂടെയാണ് ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വേനലായി കഴിഞ്ഞാൽ ഇത് നിറച്ച് വെള്ളമുണ്ടാകും. അതുകൊണ്ട് തന്നെ മഴക്കാല സമയത്ത് ഇതൊരു അപകടം പിടിച്ചൊരു ഏരിയ കൂടിയാണ്. കാരണം ശക്തമായി കുത്തി ഒഴുകുന്ന ഒരു സ്ഥലം കൂടിയാണ്. റെഡ് അലർട്ടുള്ള സമയത്ത് ഇവിടേക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ കല്ലുകളുടെ പ്രത്യേകതയാണ് വളരെ ഉരുളൻ കല്ലുകളാണ്. നല്ല മിനുസമുള്ള സോഫ്റ്റായ കല്ലുകളാണ്. ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അതിശക്തമായി കുത്തിയൊലിക്കുന്ന മഴവെള്ളപ്പാച്ചിലിനെ മുറം കൊണ്ട് തടുക്കാമോ എന്ന പോലെ ഇത് വളരെ ശാസ്ത്രീയ രീതിയിൽ അണക്കെട്ട് കെട്ടി ആ അണക്കെട്ടിൻ്റെ സൈഡിലൂടെ വെള്ളമൊഴുക്കി വിടുന്നതാണ്. നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ. ഇതാണ് കനാൽ. ഈ കനാലിലൂടെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സംഗതിയാകുന്നു. കംപ്ലീറ്റ് കരിങ്കൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. ഒരു ഭാഗം, മറ്റു ഭാഗം കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചത്. ഇതാണ് ശക്തമായി ഒഴുകുന്ന സ്ഥലമാണ്. നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ പൂക്കോട്ടുപാടം ചുള്ളിയോട്
കവളമുക്കട്ട പാൽ സൊസൈറ്റിയുടെ അടുത്താണ്. പല സൈസിലുള്ള പല വർണ്ണത്തിലുള്ള ഉരുളൻ കല്ലുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതുപോലെയുള്ള ഉരുളൻ കല്ലുകൾ ഉണ്ടായത് മുകളിൽ നിന്നും മഴക്കാലത്ത് ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കല്ലുകൾ ഉരുണ്ട് വന്നു. അത് തമ്മിൽ കൂട്ടിമുട്ടി അതങ്ങനെ മിനുസമായി മാറുന്നു. അങ്ങനെ മിനുസമായി മാറിയ കല്ലുകളാണ് ഈ മുഴുവൻ. ഇതൊരു മനുഷ്യായുസ് മുഴുവൻ ഒരു കല്ല് നമുക്ക് മിനുസമാക്കാൻ കഴിയുകയില്ല. അത് ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കുകയില്ല. അത് ദൈവം എന്ന മഹാശക്തി, ആ പ്രപഞ്ച ശക്തി കൊണ്ട് അത് സ്വന്തം മഴക്കാലത്ത് ഇതുപോലെ മഴ പെയ്യുന്ന സമയത്ത് ഓരോ കല്ലിന്മേൽ തട്ടി ഇത് സ്വമേധയാ ഉരുണ്ട് വരുന്നതാകുന്നു. ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാണണം. അതുകൊണ്ട് ഈ കവളമുക്കട്ടയിലുള്ള TK കോളനിയിലുള്ള ഈ ഒരു വളരെ മനോഹരമായ കുത്തിയൊഴുകുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾ കുളിക്കണം. അത്രക്കും മനോഹരമാണ്. പ്രകൃതിയുടെ സ്വർഗം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് വിലപ്പെട്ട സമയങ്ങൾ വെറുതെ കളയാതെ ഇതെല്ലാം വന്ന് സന്ദർശിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം. മഴക്കാലത്ത് ശക്തമായ ഒഴുക്കാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തിൽ ഇതിലേക്ക് വന്ന് നീന്താൻ വലിയ സേഫല്ല. അതുകൊണ്ട് തന്നെ വേനലിൽ ഇവിടേക്ക് വന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് സന്ദർശിക്കണം. ഓക്കെ.